ആധ്യാത്മിക ടൂറിസം ഹബ്ബായി മാറുമെന്ന് യു.പി. ടൂറിസം വകുപ്പ് 30,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് യു.പി. സർക്കാർ. സർക്കാർ പദ്ധതികൾക്ക് പുറമെ സ്വകാര്യ കമ്പനികളും പുതിയ വികസന പദ്ധതികൾക്ക് അയോധ്യയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജനുവരി 22 നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ജനലക്ഷങ്ങളാണ് അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്നത്. അയോധ്യ സന്ദർശനം നടത്തുന്നതിനോടൊപ്പം വൻ നിക്ഷേപങ്ങളാണ് ഭക്തർ അയോധ്യയിലേക്കും ക്ഷേത്രത്തിലേക്കുമായി നൽകുന്നത്. രാമഭക്തരുടെ നിക്ഷേപങ്ങൾക്ക് പുറമെ 30,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് യോഗി സർക്കാർ. പുതിയ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ, പാർക്കുകൾ തുടങ്ങിയ വികസന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. 178 വികസന പദ്ധതികളിൽ 101 എണ്ണമാകും ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. ഇതിൽ 1000 കോടിയോളം രൂപ റോഡ് വികസനത്തിന് മാത്രമായി അനുവദിച്ചിട്ടുണ്ട്. വികസനങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ കൂടുതൽ ഭക്തരെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനാകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. വരും വർഷങ്ങളിൽ വിദേശത്തു നിന്നടക്കം സന്ദർശകരെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിന്റെ വികസന പദ്ധതികൾ കൂടാതെ വൻകിട സ്വകാര്യ കമ്പനികളും അയോധ്യയിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഏറ്റവും ഒടുവിൽ പുതിയ പദ്ധതിക്ക് പ്രഖ്യാപനം കുറിച്ചത് ലീല ഗ്രൂപ്പാണ്. സരയു എന്ന പേരിൽ ഒരു 7 സ്റ്റാർ ഹോട്ടലിനാണ് തുടക്കമിട്ടത്. മറ്റൊരു 7 സ്റ്റാർ ഭവന സമുച്ചയത്തിന് ആരംഭം കുറിക്കുകയാണ് അമിതാഭ് ബച്ചൻ. 14.5 കോടി രൂപയ്ക്ക് സ്ഥലം സ്വന്തമാക്കിയാണ് അദ്ദേഹം പുതിയ ഭവനം ഒരുക്കുന്നത്. റാഡിസൺ ബ്ലൂ ഗ്രൂപ്പ് ഫൈസാബാദിൽ പുതിയ ഹോട്ടൽ ആരംഭിച്ചു. കൂടാതെ താജ്, മാരിയറ്റ്, ജിഞ്ചർ, ഒബ്രോയ്, ട്രീഡൻ ഗ്രൂപ്പുകളും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് അയോധ്യയിലെ പ്രദേശവാസികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ്. ക്ഷേത്രത്തിൽ തിരക്ക് വർദ്ധിക്കുന്നതിലൂടെ അയോധ്യയിലെ കച്ചവടക്കാർക്കും വരുമാനം വർദ്ധിക്കുന്നു. ചെറുകിട കച്ചവടക്കാർ അടക്കമുള്ളവർക്ക് വരുമാനം വർദ്ധിക്കുന്നതിലൂടെ അയോധ്യ മികച്ച വികസനം കൈവരിക്കുമെന്നതാണ് യോഗി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.